ഹായ് കൂട്ടുകാരെ, ഞാൻ കുറേ നാളായി വീഡിയോ ആയിട്ട് എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കരുത് കേട്ടോ. കാരണം നമ്മൾ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ബിസി ആയിപ്പോയി. അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ ഇടാനോ ഒരു നോർമൽ ഒരു കുക്കിംഗ് വീഡിയോ ഇടാനോ റിയാക്ഷൻ വീഡിയോ ഇടാനോ ഒന്നിനും തന്നെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പം വന്നത് എനിക്ക് എന്താ പറയുക, നമ്മൾ ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥരായ പോലെ തോന്നും ഇല്ലേ. നമുക്കിതിന് 2 വാക്ക് പറയണം, പറഞ്ഞില്ലെങ്കിൽ എന്ത് എന്ന്. അപ്പോൾ അതുപോലെ 2 വാക്ക് ഞാൻ പറയാൻ വന്നതാണ്. 2 അല്ല കേട്ടോ, കുറച്ചേറെ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ എന്താ കണ്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കണ്ടന്റ് രേണുസുതി, നിമിഷ, അതുപോലെ തന്നെ നമ്മുടെ ഹൻസിക, ഇങ്ങനെ തുടങ്ങുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യങ്ങളാണ് അല്ലേ. സബ്സ്ക്രിപ്ഷൻസൊക്കെ ഇൻസ്റ്റയിൽ തുടങ്ങി കുറേ ആൾക്കാരുടെ മുന്നിൽ എന്താ പറയുക ഊഞ്ഞാലാടിയ ടീമുകളാണ് ആര്, നമ്മുടെ രേണുസുതിയൊക്കെ. ഞാനും അതൊരു കണ്ടൻറ്റാക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആവശ്യമില്ലാതെ നാട്ടുകാരുടെ മുന്നിൽ കിടന്ന് പന്ത് തട്ടണ പോലെ ആൾക്കാർക്ക് തട്ടാനിട്ട് കൊടുത്ത് ഒരു കൊച്ചുണ്ട്. 20 വയസ്സേ ആ കൊച്ചിനുള്ളൂ, ഹൻസിക. ഞാൻ നോക്കിയിട്ട് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുള്ള കുടുംബമൊന്നുമല്ല അവർ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ഏണിങ്സ് ഉണ്ട്. ഈ കുട്ടിയായിട്ട് തന്നെ നല്ല ഏണിങ്സ് ഉണ്ട്. അപ്പം ആവശ്യമില്ലാണ്ട് ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഞാൻ അതിനെ കാണുന്നുള്ളൂ. മറ്റൊന്നുമല്ലെന്നേ, ഓരോരുത്തർ അതിന് ഞാൻ ഈ കുട്ടീനെ ശരിക്കും പറഞ്ഞാൽ കുറ്റം പറയില്ല. കാരണം വെച്ചാൽ ഈ കൊച്ചു ഇൻസ്റ്റാഗ്രാമും മറ്റും കാര്യങ്ങളൊക്കെ നോക്കി വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ എന്താ സംഭവം എന്താ? അപ്പോൾ എന്തുകൊണ്ട് തനിക്ക് വായിക്കൂടാ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണുസുതി അല്ലേ, രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളൊക്കെ ചെറുതൊന്നുമല്ല. എന്ത് പറഞ്ഞു എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമുക്കതിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ത് പറഞ്ഞാണ് അവൾ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തി, വിധവ എന്ന പേരും പറഞ്ഞു. എന്നിട്ട് അവസാനം എന്താണ് അത് കാണിക്കുന്നത് അല്ലേ? ഇപ്പം വിധവയുടെ ടാഗ് ലൈനിലാണോ രേണുസുതി ജീവിക്കുന്നത്? അല്ല. പുതിയ വീഡിയോസൊക്കെ ഞാൻ കണ്ട് എന്താ പറയുക, ഞാൻ ഒരൊറ്റ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ വയ്ക്കുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ അവരുടെ ഒരു വീഡിയോ ഞാൻ വയ്ക്കുന്നില്ല, വയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഇത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓരോരുത്തർ കാണിക്കുന്ന പേക്കൂത്ത് കാണുമ്പോൾ കൊച്ചു പിള്ളേരാണ്, അവർക്കിപ്പോൾ എന്താണ് പൈസയാണ് അവർക്ക് മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം ഭയങ്കര ഹൈ ലെവലിൽ ജീവിക്കണം ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കും കുട്ടികളെന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക്, ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ഉള്ളത് കൊണ്ടൊന്നും അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ബ്രാൻഡഡ് ഡ്രസ്സ് വേണം. HMൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും ഭയങ്കര ഹൈ ലെവലിലുള്ള ബ്രാൻഡഡ് ഷൂസ് വേണം, ബ്രാൻഡഡ് ഡ്രസ്സ് വേണം. അവർക്ക് എപ്പോഴും ഹൈ മോഡേൺ ടൈപ്പ്, അതായത് ഒരു ബോളിവുഡ് ടൈപ്പിലൊക്കെ വേണം അവർക്ക് ജീവിക്കാൻ. അവരങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയുള്ള ഒരു ഏണിങ്സ് അവർ കണ്ടെത്തുന്നത്, ഇന്നത്തെ കുട്ടികൾ കൂടുതലും കണ്ടെത്തുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. അതിൽ എത്രത്തോളം കഷ്ടപ്പെട്ടാൽ എങ്ങനെയൊക്കെ കാശ് വരും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ കുറച്ചും കൂടി എളുപ്പമാർഗ്ഗം എന്താണെന്നറിയാം. ആ എളുപ്പമാർഗ്ഗത്തിൽ ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ എളുപ്പമാർഗ്ഗത്തിനെ വളച്ച് ഒടിച്ച് വേറൊരു വൾഗാരിറ്റി ലെവലിൽ എത്തിച്ചിട്ടുണ്ട് ആൾക്കാർ. ഒരാളല്ല, രേണുസുതി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമല്ല, രേണുസുതിക്ക് മുമ്പേ നിമിഷ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നതിനെ തൻ്റെ നഗ്നതാ പ്രദർശനത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വേദിയാക്കി മാറ്റി. ഞാൻ കുറേ പേരെ കണ്ടു കേട്ടോ, കുറേ പേര്. ഞാൻ സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ ലീക്കായി ഇല്ലാതെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പോയി തിരഞ്ഞു പിടിച്ച് കണ്ടതിൽ വെറും നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട്, അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രം ഇട്ടുകൊണ്ട്, കുറേ രേഷ്മ, അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി പേര്. ഞാൻ ഇവരെന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു എങ്ങനെ ജീവിക്കാം, അതിന് ഒരു വഴി വെട്ടിക്കൊടുക്കുകയാണ് അല്ലേ? എന്ത് ഇമ്പാക്റ്റാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്? എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് തൻ്റെ ശരീരം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിൽ അവർക്ക് യാതൊരുവിധ മടിയുമില്ല. കാരണം അവരെപ്പോഴും ഈ ബോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന നായികമാരുടെ പാട്ട് സീനിലൊക്കെ കാണുന്നത് പോലെയുള്ള ഡ്രസ്സുകൾ ധരിക്കാനും അങ്ങനെയുള്ളത് പർച്ചേസ് ചെയ്യാനും ആഗ്രഹിക്കുന്നതാണ്. ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത് എപ്പോഴും കുറഞ്ഞു ഇരിക്കും. പണ്ടൊക്കെ നമ്മളൊക്കെ പറയുമ്പോൾ പാവാട അല്ലേ, സ്കേർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും മുട്ടിന് താഴെ അങ്ങ് കിടക്കണം എന്ന് നിർബന്ധമുള്ളവരായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നിർബന്ധമുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു പേരൻസിനും അത് നിർബന്ധമില്ല. തൻ്റെ മക്കളുടെ ഡ്രസ്സിങ് അത് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം ഒരു പേരൻസ് നിർബന്ധമില്ല. അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോട്ടെ, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചോട്ടെ എന്നാണ് ഓരോ പേരൻസിൻ്റെയും കൺസെപ്റ്റ്. ആ ഒരു സ്റ്റാൻഡേർഡ് ജീവിച്ച് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി ജീവിക്കുന്ന കുട്ടികൾക്ക് ഈ സബ്സ്ക്രിപ്ഷനൊക്കെ അവർക്ക് ഒന്നും അല്ലെന്നേ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ നടന്നു പോകാൻ അവർക്ക് എന്ത് വേണം? പൈസ വേണം. അവർ പറയുന്നത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം. എല്ലാം നല്ലതാണെന്നേ, ഇൻഡിപെൻഡൻ്റ് ആവണമെന്നൊക്കെ നല്ലത്, എല്ലാം മോശമാണെന്നല്ലേ പറഞ്ഞു വരുന്നത്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. അത് കറക്റ്റ് പാത്താണെന്നുള്ളത് ആണോ? ഇങ്ങനെയും നമുക്ക് പൈസ ഉണ്ടാക്കാം എന്ന്
ഒരുപാട് പേര് കാണിച്ചു തന്നിട്ടുണ്ട്. ഒത്തിരി പേര് പറയും. പർപ്പിൾ എന്ന് പറയുന്ന ഒരു പെണ്ണ്, എനിക്കറിഞ്ഞുകൂടാ. അവളുടെ റീസെൻറ്റ് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, അക്കൗണ്ട് അടിച്ചു പോയി. ആ സമയത്താണ് ഇതിനെ പറ്റിയിട്ട് അറിയുന്നത്. അത് കഴിഞ്ഞ് തുമ്പി, അത് കഴിഞ്ഞ് രേണുസുതി ഏത് ടാഗ്ലൈനി വന്നതാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടാൻ തോന്നിയ ദിവസം കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ. അത് കഴിഞ്ഞിട്ട് നിമിഷ, അത് കഴിഞ്ഞിട്ട് രേഷ്മ. ഞാൻ റിസർച്ചിലൂടെ കണ്ടുപിടിച്ച കുറച്ച് പേരുകൾ കുറേ ഇനിയുണ്ട്, ഞാൻ മറന്നു. ഒരു ഷൈനി, അങ്ങനെ ഒത്തിരി പേര്, കുറേ അമ്മച്ചിമാരുൾപ്പെടെ നിർത്തി സബ്സ്ക്രിപ്ഷൻ നടത്തുകയാണ്. അവർ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മക്കളെ, നിങ്ങൾക്ക് ജീവിക്കാൻ പൈസ വേണമെങ്കിൽ നിങ്ങൾ ഈ വഴി തിരഞ്ഞെടുക്കൂ. ഇതാണോ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നത്? പുതിയ തലമുറകളെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കണമെന്നല്ലേ. തെറ്റുകൾ ചെയ്യാത്തവരാരാണ്? തെറ്റുകൾ ചെയ്യുന്നവരും തിരുത്തപ്പെടുന്നവരും അല്ലേ ഒത്തിരി പേരുണ്ട്. ഞാനുൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്തും തിരുത്തപ്പെട്ടും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അല്ല ആരും അങ്ങോട്ട് ജനിച്ച പാടെ പുണ്യാളച്ചനായിട്ടൊന്നും അല്ല. തെറ്റ് ചെയ്ത് തെറ്റിലൂടെ പഠിച്ച് തിരുത്തി ശരിയായ രീതിയിലൂടെ പോയ ആൾക്കാരാണ്. അപ്പോൾ ആർക്കും ആരെയും നേരെ ചൂണ്ടാനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റാത്തതാണ്. അതിലൊന്നാണിത്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് രേണുസുതിയുടെ വീഡിയോ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുമ്പിള്ള അതപ്പതിച്ചോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതോ അവരിങ്ങനെയാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നാക്കുകൊണ്ടൊക്കെ കാണിക്കുന്നത് സബ്സ്ക്രിപ്ഷനിൽ എനിക്കറിഞ്ഞുകൂടാ. അതൊക്കെ ലീക്കാണ് ആ വീഡിയോസൊക്കെ. പുറം ലോകത്തുള്ള ആൾക്കാരൊക്കെ കാണുകയാണ്. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഹൻസിക, ആ വീഡിയോയിൽ ഹൻസിക അറിയാതെ ചെയ്ത ഒരു കാര്യമില്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ആവശ്യം അവൾ കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അവൾക്ക് അതിൻ്റെ ആവശ്യം ഇല്ലാത്തൊരു കുട്ടിയാണ്. പോട്ടെ, രേണുസുതി കാണിച്ചപ്പോഴും എന്തെങ്കിലും ഒരു ന്യായീകരണം പറയായിരുന്നു. ഒന്നുമില്ലാതിരുന്നൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ നാട്ടുമ്പുറത്തെ ഭക്ഷണം കൂടി തുടിക്കും മറുതുണി ഇല്ലാതിരുന്നൊരു ആളാണ്. അവിടുന്ന് വന്നു, അവിടെ നിന്നുള്ള ടാഗിൽ ശരി എന്തെങ്കിലും കാണിച്ചു കൂട്ടി ഇന്ന് 10 പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരുപാട് ഇപ്പോഴും ഈ സബ്സ്ക്രിപ്ഷൻ നടത്തുന്നതിൽ ഒരു മിക്ക സ്ത്രീകളും ഏകദേശം സാമ്പത്തികമില്ലാത്ത വീട്ടിലെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇനി എന്തും വരട്ടെ എന്ന് ചിന്തിച്ച് വന്നവരാണ്. ഓക്കെ, നമുക്ക് അതിനൊക്കെ എന്തെങ്കിലും ഒരു തരത്തിൽ നമുക്ക് എന്ത് പറയാം, അവരൊന്ന് ന്യായീകരിക്കാമെന്ന് വിചാരിച്ചാലും ഹൻസികനെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? ബുദ്ധിമുട്ടുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു, ജനിച്ച് വളർന്നത് സ്വർണ്ണക്കാരൻ്റെ ആയിട്ട് വന്ന കൊച്ച. എന്തിൻ്റെ കുറവായിരുന്നു? ഹൈ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ അല്ലേ, ലിവിങ് സ്റ്റാറ്റസ് ഭയങ്കരമാണ്. അച്ഛൻ സിനിമാ താരം, ഇപ്പോൾ പാർട്ടി പ്രവർത്തകൻ. അച്ഛൻ സിനിമാ താരമായിരുന്നെങ്കിലല്ല, ഇപ്പോൾ പുള്ളി ഒരു BJP പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുമാത്രം നാണമെങ്കിലും ഉണ്ടാവും ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൻസികനെ ഞാൻ കുറ്റം പറയാത്തതിൻ്റെ മെയിൻ കാരണം, ഹൻസികയേക്കാൾ കൂടുതൽ പ്രായവും പക്വതയും വിവരവും ഉള്ള സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ, അത് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളല്ലേ ഈ പ്രായത്തിലുള്ള കുട്ടികളും സ്വീകരിക്കുകയുള്ളൂ. അവൾ നോക്കിയപ്പോൾ കുറച്ചും കൂടി കാശ് കൂടുതൽ കിട്ടുന്നൊരു വഴി. എനിക്ക് പേടിയുണ്ട്, സത്യസന്ധമായിട്ട് എനിക്കും പേടിയുണ്ട്. കാരണം എനിക്കുള്ളത് 3 പെൺകുട്ടികളാണ്. 12, 11, 2 വയസ്സുള്ള പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ ഈ കുട്ടികൾ നാളെ ഞാൻ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ അതായത് അവരുടെ അച്ഛനും അമ്മയാണ് ഞങ്ങൾ, പേരൻസായ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണി തികയാതെ വരുമ്പോൾ നാളെ അവരെന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ആരെയും പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, മക്കളെ ഇങ്ങനെയാണ് ജീവിതം, എന്താണ് ലൈഫ്, അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അല്ലേ. പുറത്തുള്ള ആൾക്കാർ എന്താണെന്നൊക്കെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനേ പറ്റുള്ളൂ. ഒരു പ്രായം കഴിയുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അടുത്തുനിന്ന് മാറും. കല്യാണം കഴിച്ചാൽ മാത്രമല്ലല്ലോ മാറുന്നത്, അവർ എഡ്യൂക്കേഷൻ ബേസിൽ മാറും, ജോബ് സംബന്ധമായിട്ട് മാറും. അവരുടെ ലോകമാണ്. പിന്നെ അവർ 100% സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. അവർ ജനിച്ച് വീഴുന്നത് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലേക്കാണ്. അപ്പോൾ അവർ ചിന്തിക്കും, എനിക്ക് ഇതിനകത്ത് എന്തൊക്കെ ചെയ്താൽ ഏണിങ്സ് ഉണ്ടാക്കും, ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി ഇൻകം വേണം, ഇതെനിക്ക് പോരാ എന്ന് കാണുമ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ അവർ റിസർച്ച് ചെയ്ത് കണ്ടെത്തും. അതിലെ ഒരു കാര്യമാണ് സബ്സ്ക്രിപ്ഷൻ. എൻ്റെ കൊച്ചുങ്ങളും ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത്. നാളെ അവരും തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ വീഡിയോസൊക്കെ ലീക്ക് ആകുമ്പോഴായിരിക്കും അപ്പനും അമ്മയെ ഞങ്ങൾ അറിയുന്നത്. കാരണം മക്കൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതന്നെ അവർ അച്ഛനും അമ്മയും പോയി എടുക്കില്ല, അറിയത്തും കൂടിയില്ല. അതാണ് ഞാനിരുന്ന് ആലോചിച്ചത്. എല്ലാവരും പറയും പെൺമക്കളല്ലേ, ഐശ്വര്യമാണ്, ലക്ഷ്മി ദേവിയാണ് എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ യുഗത്ത് ഈ ഐശ്വര്യ ദേവത അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയൊക്കെ പിറന്ന ഈ ലക്ഷ്മി ദേവിക്ക് ഈ കാണിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞൊരു വെറും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറുകയാണ്. ആണ് ജനിച്ചാലും നമുക്ക് പ്രശ്നം, പെണ്ണ് ജനിച്ചാലും പ്രശ്നമാണ്. അവരുടെ ഫ്യൂച്ചർ എന്താണ് ഒരു തരത്തിൽ. കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അവരെ അടിച്ച് വളർത്താൻ പറ്റില്ല, വഴക്ക് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അടിച്ചാൽ പോയി ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന്, വഴക്ക് പറഞ്ഞപ്പോൾ സൂയിസൈഡ് ചെയ്യും, യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ
ഇന്നത്തെ പിള്ളേർ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കൗൺസിലിംഗ് ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് അങ്ങോട്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളോടാണ് പറയാനുള്ളത്, പറഞ്ഞു കൊടുക്കുക. നമുക്കതേ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ചെയ്യുന്ന ഇവരായതുകൊണ്ട് സൂക്ഷിക്കുക, നിരന്തരം ഉപദേശിക്കുക. ഉപദേശിക്കുന്നതിന് പുറമെ നമ്മുടെ ഈ 2 കണ്ണും 4 അവരുടെ മുകളിൽ ഇങ്ങനെ വെക്കുക. അവർ ചെയ്യുന്നത് എന്തോ ആയിക്കോട്ടെ, കൈകടത്താൻ പോകണ്ട, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഒരു തെറ്റെന്ന് കണ്ട അവരെ വിളിച്ചു നിർത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉപദേശിക്കുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ കുട്ടികൾ പുറത്ത് പോകുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയും, അറിയാത്തൊരാളെ കണ്ടാൽ മിണ്ടാൻ നിൽക്കേണ്ട, അവരെന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ നിൽക്കേണ്ട, അറിയില്ല എന്ന് പറഞ്ഞ് പോരുക. കഴിക്കാൻ തന്നാൽ വാങ്ങിച്ച് കഴിക്കരുത്. ഇവനിപ്പോൾ നമ്മുടെ അടുത്തുള്ള അയൽവാസികളായിക്കോട്ടെ, മക്കളെ ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവർ നമ്മൾ ഒരു വിജനമായ പ്രദേശത്ത് വന്നാൽ നിങ്ങളോട് പറയണം വണ്ടി കയറി ഞാൻ വീട്ടിൽ കൊണ്ട് വേണ്ട. നിങ്ങൾ ഇന്ന് സ്കൂൾ ബസ്സിനാണ് പോകുന്നത്, അവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്. വേറെ ഒരാളുടെയും വണ്ടിയിൽ അടുത്തറിയുന്ന ആൾക്കാരുടെ വണ്ടിയിൽ കയറേണ്ട. അവിടുന്ന് എണ്ണിപ്പറിക്കില്ല, 5 മിനിറ്റ് പോലും വേണ്ട വീട്ടിലേക്ക് എത്താൻ. നിങ്ങൾ കൂട്ടത്തോട് പെട്ടെന്ന് ഇങ്ങെത്തുക. എന്നിട്ടും മനസ്സിലാവത്തില്ല കുട്ടികളെ ഞാൻ എന്താ ചെയ്യുന്നത്. ഇത് പറഞ്ഞു കൊടുക്കും. പക്ഷേ കുഞ്ഞുങ്ങളല്ലേ, ഇപ്പോൾ പറയും അവർ കളിച്ചിരിച്ച് മറന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നതിന് കഥകളൊക്കെ നമ്മുടെ ഫോണിൽ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. തപ്പി പിടിച്ചിട്ട് ഞാൻ അതിരുന്ന് കാണിക്കും അവർ. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, മക്കളെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ മറന്നുപോയി, നാളെ നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു കൊടുത്ത് പ്രമാണം കേട്ടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ചിലപ്പോൾ നിങ്ങൾ പിള്ളേരെ പിടുത്തക്കാരെയും തട്ടിക്കൊണ്ട് പോകുന്നത് കൈയും തല്ലി ഓടിച്ച് എവിടെയെങ്കിലും കിടക്കും. അമ്മയൊന്നും നിങ്ങളുടെ മുന്നിൽ കൂടെ നടന്നു പോയപ്പോൾ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ വിരൂപരാക്കും. അപ്പോൾ അറിയാൻ പറ്റില്ല, നിങ്ങളെ എൻ്റെ കൈ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് ഓരോ വീഡിയോ കാണിച്ചു കൊടുക്കും. ചെറിയൊരു പേടിയെങ്കിൽ പേടിച്ചോടൻ തന്നെ വിചാരിക്കും ഞാൻ. കാരണം അങ്ങനെയൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ ആരുടെ മുന്നിൽ നിന്ന് നിൽക്കാതെ ഒന്ന് വേഗം വീട്ടിൽ വരും. എന്ന് വെച്ചാൽ അവർ മിണ്ടാപൂച്ചൊന്നും എല്ലാവരോടും സഹകരിക്കും, മിണ്ടും പറയുകയൊക്കെ ചെയ്യുമെങ്കിലും എന്ത് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നു. അതിൻ്റെ ഒരു വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഞാൻ അതിപ്പോൾ നമ്മുടെ മൂവിയിലൊക്കെയുള്ള ക്ലിപ്സ് ആയാലും എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയും, മക്കളെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ മക്കളെ ഇങ്ങനെയുള്ള കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കൂടെ കാണിച്ചു കൊടുത്ത് ശീലിപ്പിക്കണം. ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാട്ടുകാർ എന്തൊക്കെ ആയിരിക്കും നിങ്ങളുടെ മക്കളുടെ ക്യാരക്ടറിൽ പറയും അല്ലേ, ക്യാരക്ടർലെസ് ആണെന്നുള്ള രീതിയിൽ വരെ സംസാരിക്കും ആൾക്കാർ. അപ്പോൾ നമ്മൾക്കാകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, മക്കളെ നിരന്തരം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ മേളിൽ എപ്പോഴും ഒരു കണ്ണുണ്ടാകുക. ഫോൺ സ്വാതന്ത്ര്യം ഓക്കെയാണ്, പക്ഷേ അത് നമുക്കറിയാത്ത നമ്പറിട്ട് ലോക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്ത് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ. ഒരു കാര്യം നിരന്തരം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കാൻ ശ്രമിക്കുക. അത് 1 തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു, 3 തവണ പറഞ്ഞു എന്നുള്ളതല്ല, പക്ഷെ വീണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ആണിനായാലും പെണ്ണിനായാലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അത് നിരന്തരം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ കണ്ട ഒരാൾക്കെങ്കിലും ഞാൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ഷെയർ, ലൈക്ക് ചെയ്ത് സബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.